പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. കളിമുറ്റം 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 കളിമുറ്റം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങളുടെ പരീക്ഷയെല്ലാം തുടങ്ങിയോ? ചിലരുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു കാണും. നിങ്ങൾ നന്നായി പഠിക്കുന്നില്ലേ? പഠിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുകയും വേണം. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ കാട്ടിന്ന്. കീരിക്കുട്ടന്റെയോ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. തത്തമ്മയുടെ പേരെന്താ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് യേശു പറഞ്ഞ ഒരു ഉപമയെ പറ്റി കേട്ടാലോ? ഒരിക്കൽ യേശുവിന് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളോട് യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയായിരുന്നു. തന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും കൃഷിക്കാരായിരുന്നു. അപ്പോൾ അവരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അതിലൊരാൾ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയിരിക്കും? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. നമ്മുടെ ഹൃദയമാണ് ആ വയൽ. ആ ഹൃദയത്തിനുള്ളിൽ നിധി ഉണ്ടായിരിക്കും. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. ആ നിധി നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിനായി യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആ ഉപമ ഇതായിരുന്നു. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ വളരെ അധ്വാനിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൻ്റെ വയലിൽ കൃഷിപ്പണിക്കായി പോവുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും അതുപോലെ ആ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ആ കൃഷിക്കാരന് 4 മടിയന്മാരായ ആൺമക്കൾ ഉണ്ടായിരുന്നു. അവർ വൻ മടിയന്മാരായിരുന്നു. ഒരു ജോലിയും ചെയ്യുകയില്ല. പിതാവിനെ ഒരിറ്റു പോലും സഹായിക്കുകയുമില്ല. പിതാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും സുഖമായി ജീവിക്കാമെന്നായിരുന്നു ആ 4 മടിയന്മാരുടെയും ആശ. അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ കൃഷിക്കാരന് വയ്യാതാവുകയും മരണം അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ കൃഷിക്കാരന് വല്ലാത്ത പേടിയായി. താൻ മരിച്ചു കഴിയുമ്പം തൻ്റെ മക്കൾ എന്ത് ചെയ്യും? അവർ സമ്പാദിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പിതാവിന് വലിയ ആശങ്കയായി. അപ്പോൾ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി പിതാവ് അവരോട് ഒരു കഥ പറയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മരണക്കിടക്കയിൽ കടന്ന പിതാവ് തൻ്റെ 4 മക്കളെയും അടുത്തു വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ മടിയന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ മരിച്ചാലും കഷ്ടപ്പെടുകയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഇനി നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയന്മാരായ 4 മക്കൾക്കും വളരെയധികം സന്തോഷമായി. അവർ പിതാവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വയലിലുണ്ട്. പക്ഷേ ഈ വയലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിധി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയുവാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിധി നഷ്ടമാകും. ഇത്രയും പറഞ്ഞതും പിതാവ് മരണമടഞ്ഞു. ആ നിധി വയലിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മക്കൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ആ 4 മക്കളും വയലിലേക്ക് പോയി. രാവും പകലും എല്ലാം അവർ ആ വയലിൽ തന്നെ കഠിനാധ്വാനം ചെയ്തു. എന്തിനായിരിക്കും? അവർക്ക് ആ നിധി എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ 4 മക്കളും വയലിൽ പണിയുന്നത് കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവരോട് ചോദിക്കുവാൻ തുടങ്ങി, പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഈ വയലിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത്? പക്ഷേ അവരാരും എന്തിനാണ് തങ്ങൾ ഇങ്ങനെ കടന്ന് വയലിൽ പണിയുന്നതെന്ന് അവരോട് പറയുവാൻ പോയില്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്ക് നിധി നഷ്ടമാകുമെന്ന് അവർക്കറിയാമായിരുന്നു, അല്ലേ? അതുകൊണ്ട് അവർ ആരോടും ഇങ്ങനെ ഒരു നിധി ഈ വയലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല.
അവർ അങ്ങനെ ആ വയൽ മുഴുവൻ കിളച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് ആ നിധി കിട്ടിയില്ല. അപ്പോഴേക്കും അവരുടെ മടിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരന്മാരിൽ ഒരുവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഏതായാലും നമുക്ക് നിധിയൊന്നും കിട്ടിയില്ല, എങ്കിൽ പിന്നെ ഈ കിളച്ച മണ്ണിൽ നമുക്ക് വിത്തുപാകാം. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കിളച്ച മണ്ണിൽ വിത്തുപാകി. ആ വിത്ത് വളർന്ന് വിളവെടുക്കാറായപ്പോൾ അവർക്ക് 100 മേനി ഫലവും ആ വിളവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അവരുടെ മടിയും മാറി. അതുപോലെ തന്നെ അവർക്ക് ആ വയലിൽ നിന്ന് 100 മേനി ഫലവും കിട്ടി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോ കാര്യവും നാം കണ്ടെത്തുവാനും ശ്രമിക്കണം. കൂട്ടുകാരെ, ഇന്നത്തെ കാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും. നല്ല മെസ്സേജുള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? എങ്കിൽ നമുക്ക് ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ ഒന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ച ഒരു വിശുദ്ധവചനം കാണാതെ പഠിച്ചാലോ? വിശക്കുന്നവന് അപ്പം കൊടുക്കുന്നത് മരിച്ചവരെ ഉറപ്പിക്കുന്നതിലും വലിയ പ്രവൃത്തിയാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. എങ്കിൽ നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതായിരിക്കും? ക്രിസ്ത്യനിക്ക് അറിയാമോ? എനിക്കറിയില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം. വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു.
അടുത്ത സെഗ്മെന്റ് ഏതായിരിക്കും? ക്രിസ്റ്റീനയ്ക്ക് അറിയാമോ? എനിക്കറിയില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം. മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. അന്നമോൾ എന്താ ഇവിടെ? പപ്പയുടെയും മമ്മിയുടെയും കൂടെ ടൂർ വന്നതാ മാലാഖേ. ആഹാ, എന്നിട്ട് അവർ എവിടെ? അവരപ്പുറത്തുണ്ട്. മാലാഖയോട് ഒരു സംശയം ചോദിക്കാൻ ഓടി വന്നതാ ഞാൻ. എങ്കിൽ അന്നമോള് വേഗം ചോദിച്ചോ. ഈ വാസ്കോഡ് ഗാമയെ കൂടാതെ പണ്ട് കേരളത്തിൽ ഒത്തിരി സഞ്ചാരികൾ എത്തിയിരുന്നോ മാലാഖേ? തീർച്ചയായും അന്നമോളെ. അവരാരൊക്കെയാ മാലാഖേ? പ്രധാനപ്പെട്ട സഞ്ചാരികളായിരുന്നു അറബ് സഞ്ചാരി ആയിരുന്ന സുലൈമാൻ, മൊറോക്കക്കാരനായ ഇബ്നു ബത്തൂത്ത, വാസ്കോഡ ഗാമയുടെ പിൻഗാമി ആയി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൾവാരസ് കബ്രാൾ, ബ്രിട്ടീഷുകാരനായ റാൽഫ് ഫിച്ച് എന്നിവരാണ് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട സഞ്ചാരികളിൽ ചിലർ. കേരളത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ. AD 850 സ്വന്തം യാത്രാനുഭവങ്ങൾ അടങ്ങിയ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. പേർഷ്യൻ ഉപദ്വീപിൽ നിന്ന് പായ്ക്കപ്പലിൽ പലതവണ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും യാത്ര ചെയ്ത സാഹസിക സഞ്ചാരി ആയിരുന്നു ട്ടോ സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. അപ്പോ ഇബ്നു ബത്തൂത്തയോ? 1304 മൊറോക്കോയിൽ ജനിച്ച ഇബ്നു ബത്തൂത്തയുടെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ലോകം ചുറ്റിക്കറങ്ങുക എന്നത്. അത് കൊള്ളാലോ മാലാഖേ. അങ്ങനെ 21-ാം വയസ്സിൽ ഇബ്നു ബത്തൂത്ത ആരംഭിച്ച യാത്രകൾ 30 വർഷത്തോളം നീണ്ടു. ഇന്നത്തേതുപോലെയുള്ള വിമാനങ്ങളും യാത്രാക്കപ്പലുകളുമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് 30 വർഷം കൊണ്ട് ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ചത് ഏതാണ്ട് 1.25 ലക്ഷം കിലോമീറ്റർ അന്നമോളെ. എന്റെ അമ്മേ. ദുർഘടമായ പാതകളെയും കഠിനമായ രോഗങ്ങളെയും അതിജീവിച്ചായിരുന്നു ബത്തൂത്ത ലോകസഞ്ചാരം നടത്തിയത്. ജന്മനാടായ മൊറോക്കയിൽ തിരിച്ചെത്തിയ ബത്തൂത്ത പിന്നീട് ഗ്രന്ഥം എഴുതി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിലെ പല രാജ്യങ്ങളിലെയും സാംസ്കാരികവും സാമൂഹികപരവുമായ ജീവിതം വിശദമാക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തിന് ലഭിച്ചു. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ കബ്രാൾ എന്തൊക്കെയാണ് ചെയ്തത്? 1500 ഓഗസ്റ്റ് 30-നാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായ പോർച്ചുഗീസ് കപ്പിത്താൻ പെഡ്രോ അൽവാരസ് കബ്രാൾ കോഴിക്കോട് എത്തിച്ചേർന്നത്. സാമൂതിരിയുമായി കൂടിക്കാഴ്ച നടത്തിയ കബ്രാൾ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക പൂർണ്ണമായും തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടോ? സാമൂതിരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ? പകരം ഒരു പണ്ടകശാല അഥവാ ഗോഡൌൺ പണിയാനുള്ള അനുമതി അവർക്ക് നൽകി. വൈകാതെ പോർച്ചുഗീസ് അവരുടെ തനിനിറം പുറത്തെടുത്തു. കോഴിക്കോടുള്ള അറബി കച്ചവടക്കാരുമായി അവർ ഏറ്റുമുട്ടി. കൂടാതെ കോഴിക്കോട് പട്ടണത്തിന് നേരെ യുദ്ധം നടത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ സാമൂതിരിയുമായി കൊച്ചി രാജാവ് ശത്രുതയിലാണെന്ന് മനസ്സിലാക്കിയ കബ്രാൾ നേരെ കൊച്ചിയിലേക്ക് പോയി. കബ്രാളിന്റെ നിബന്ധനകളെല്ലാം അംഗീകരിച്ച കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. കൊച്ചി രാജ്യത്തിലും കബ്രാൾ തനിനിറം കാട്ടിയോ മാലാഖേ? അതിനു മുമ്പ് 1501 ജനുവരി മാസം കോഴിക്കോട് നിന്ന് വലിയൊരു കപ്പൽ പട കബ്രാളിനെ ആക്രമിക്കാനെത്തി. ഭയന്നുപോയ കബ്രാള് സംഘവും കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ടു. എന്നിട്ടോ? കണ്ണൂരിലെ ചിറക്കര രാജാവും കബ്രാളിനെ നന്നായി സ്വീകരിച്ചു. അവിടെ നിന്നും ധാരാളം ചരക്കുകൾ കബ്രാളിന് ലഭിച്ചു. അങ്ങനെ 1503 കുരുമുളക് നിറച്ച കപ്പലുകളുമായി കബ്രാൾ പോർച്ചുഗലിൽ മടങ്ങിയെത്തി. ഈ കബ്രാൾ ആൾ കൊള്ളാമല്ലോ മാലാഖേ. ഇങ്ങനെ എത്രയെത്ര സഞ്ചാരികൾ കേരളത്തിലെത്തി നമ്മളെ പറ്റിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാലാഖേ. എങ്കിൽ വേഗം അന്നമോൾ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം
തളിരിട്ട സ്വർഗീയ കതിരേ കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സ്തവനേ സേറാഫുകളൊന്ന് യേശയ്യാ കേകിയ സ്വർഗീയ തീക്കനലല്ലോ മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകൾ എന്നാവിലെത്തും കുർബാന ഹല്ലേലൂയ പാടാം നാഥാ ഈശോ നിന്നെ വാഴ്ത്താം ഹല്ലേലൂയ പാടാം നാഥാ ഈശോ നിന്നെ ഏദനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത മന്നയേ കാൽവരി ചൂട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയനേ സേറാഫുകളൊന്ന് യേശയ്യാ കേകിയ സ്വർഗീയ തീക്കനലല്ലോ മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകൾ എന്നാവിലെത്തും കുർബാന ഹല്ലേലൂയ പാടാം നാഥാ ഈശോ നിന്നെ വാഴ്ത്താം ചാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം ഹല്ലേലൂയ പാടാം നാഥാ ഈശോ നിന്നെ വാഴ്ത്താം ഹല്ലേലൂയ പാടാം നാഥാ ഈശോ നിന്നെ വാഴ്ത്താം. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടായോ? എങ്കിൽ നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതായിരിക്കും? ക്രിസ്റ്റ്യനിക്ക് അറിയാമോ? എനിക്കറിയില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പൗലോസായി ഞാൻ മാറട്ടെ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കൂട്ടുകാരെ, എങ്കിൽ ഈ ആഴ്ച പടങ്ങൾ വരച്ചയച്ചു തന്നിരിക്കുന്നത് ആരായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കാം.
കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ പാടാനും കഴിവുകൾ ഉണ്ടെങ്കിൽ കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ, ബൈ.